ഈ ഒരു വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ഈ ഒരു പാഠത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. ഓക്കെ, ഇത് പാർട്ട് 1 ആണ്. കാരണം നമുക്കറിയാം ഈ ഒരു സിലബസിൽ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ മുൻപത്തെ സിലബസിൽ ഉണ്ടായ 2 ചാപ്റ്ററും കൂടി ഒരുമിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ കൂട്ടിയേക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഡൈജഷനും ഉണ്ട്, ബ്ലഡ് സർക്കുലേഷനും ഉണ്ട്. കഴിഞ്ഞ സിലബസിൽ ഇത് രണ്ടും 2 പാഠമായിരുന്നു അല്ലേ? പക്ഷെ ഈ ഒരു തവണ എന്താണ് ഇത് രണ്ടും കൂടി ഒരുമിച്ചാ കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റ വീഡിയോയിൽ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ പാർട്ട് 1 ടീച്ചർ ഇന്ന് ഡൈജഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ പാർട്ട് 2 നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വരാം. അപ്പൊ എന്ത് ചെയ്യാൻ മക്കള്, ഡൈജഷന്റെ ഭാഗം ഈ ഒരു വീഡിയോയോട് കൂടി എന്ത് ചെയ്യുക, ഫുൾ അങ്ങോട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ബ്ലഡ് സർക്കുലേഷൻ വരുന്ന സമയത്ത് ഡൈജഷനുമായിട്ട് എന്ത് ചെയ്ത് കൂട്ടിക്കുഴക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയ മക്കളെ, വാട്ട് ഈസ് മെൻ ബൈ ന്യൂട്രീഷൻ? എന്താണ് മക്കളെ ന്യൂട്രീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ന്യൂട്രീഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഫോർ ന്യൂട്രിയൻസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും ന്യൂട്രിയൻസ് കിട്ടുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുഡിനെ വലിച്ചെടുക്കുന്നു. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, ന്യൂട്രീഷൻ എന്ന് പറയും. ഓക്കെ, പച്ച മലയാളത്തിൽ പറഞ്ഞ ഭക്ഷണം കഴിക്കാം. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്, ന്യൂട്രീഷൻ. എന്തിനാണ് നമ്മൾ ശരിക്കും ഈ ന്യൂട്രീഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരേ ഒരു ഉദ്ദേശമാണ് മക്കളെ എന്ത്, നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുക എന്നുള്ളത്. ഓക്കെ, എന്തിനു വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ടു ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഫോർ ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് കിട്ടുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് മക്കൾ എന്ത്, ന്യൂട്രീഷൻ. ഓക്കെ, ഇനി അത് കൂടാതെ അതിനൊപ്പം വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ടില്ലേ, വാട്ട് ആർ ദ മെയിൻ സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ? ന്യൂട്രീഷന്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റേജസ് ഏതൊക്കെ? 5 സ്റ്റേജുകളാണ് വരുന്നത്. ഏതൊക്കെയാണ് മക്കളെ 5 സ്റ്റേജ്? ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഈജഷൻ. ഓക്കെ, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ 5 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഒന്നാമത്താണ് എന്ത്, ഇൻജഷൻ, കഴിക്കുക. രണ്ടാമത്താണ് എന്ത്, ഡൈജഷൻ, ഡൈജസ്റ്റ് ചെയ്യുക. മൂന്നാമത്താണ് എന്ത്, അബ്സോർപ്ഷൻ, വലിച്ചെടുക്കുക. നാലാമത്താണ് എന്ത്, അസിമിലേഷൻ. അസിമിലേഷനും അബ്സോർപ്ഷനും ഏകദേശം സെയിം തന്നെയാണ്. ന്യൂട്രിയൻസിനൊക്കെ വലിച്ചെടുക്കുന്നതിന് നമ്മൾ പറഞ്ഞ വേറൊരു പേര് എന്താണ്, അസിമിലേഷൻ എന്ന് പറയും. ലാസ്റ്റത്തെയാണ് എന്ത്, ഇജഷൻ, അതായത് ബാക്കി വരുന്ന വേസ്റ്റുകൾ പുറത്തോട്ട് കളയാം. ഇത്രയും സ്റ്റെപ്പുകളാണ് ന്യൂട്രീഷനിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ് ന്യൂട്രീഷൻ, എന്താണ് ആ സ്റ്റേജസ് എന്നുള്ളത് കിട്ടിയില്ലേ? 3 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. വാട്ട് ഈസ് മെൻ ബൈ ന്യൂട്രീഷൻ ആൻഡ് വാട്ട് ആർ ദ മെയിൻ സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ. കിട്ടിയില്ല മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ന്യൂട്രീഷൻ ഓഫ് 2 ഓർഗാനിസംസ് ആർ ഗിവൺ ബിലോ. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് 2 ഓർഗാനിസത്തിന്റെ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട ഒരു ടേബിൾ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഐഡന്റിഫൈ ദ ഓർഗാനിസംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ, ആ ഓർഗാനിസങ്ങൾ ഏതാണെന്ന് പോലും നമുക്ക് അവിടെ തന്നിട്ടില്ല അല്ലെ, A, B എന്നാ തന്നേക്കുന്നത്. ഓക്കെ, ആ ഓർഗാനിസം ഏതാണെന്ന് തിരിച്ചറിയാനും അതുമായി ബന്ധപ്പെട്ട ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതേപോലത്തെ ഒരു ബോക്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലുള്ള ഒരു ബോക്സ് തന്നെയാണ് ഇത്. ഓക്കെ, നോക്കിയേ, ആ 2 ഓർഗാനിസംസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പാഠമാണ്. ഒന്നാമത്തെ ഓർഗാനിസത്തിന്റെ പേരാണ് മക്കളെ എന്ത്, ഒന്ന് പറഞ്ഞേ, എന്താണ് ഒന്നാമത്തെ ഓർഗാനിസത്തിന്റെ പേര്? അമീബയാണ് അല്ലെ മക്കളെ, ഇത് അമീബ. രണ്ടാമത്തെ ആരാണ് മക്കളെ? രണ്ടാമത്തെ ആളാരാണ്? ഹൈഡ്ര ആണ് അല്ലെ. ആരാണത്? ഹൈഡ്ര. അപ്പൊ അമീബയും ഹൈഡ്രയും. ഓക്കെ, അപ്പൊ അമീബയും ഹൈഡ്രയാണ് ഓർഗാനിസം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് എ എന്ന ഭാഗത്ത് എന്ത് എഴുതി വെക്കാടാ? എന്താ എഴുതി വെക്കണ്ടേ? ഹൈഡ്ര അല്ലല്ലോ. ഏത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ടീച്ചർ തൽക്കാലം എന്താ നമ്മുടെ ഓർഡറിൽ തന്നെ ആയിട്ട് പോവാണ്. അമീബ, അതേപോലെ തന്നെ ഹൈഡ്ര. ഓക്കെ, ഇനി അവരുടെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാന്ന് ചോദിച്ചേക്കുന്നത്. അതായത് അമീബയുടെ ആയിക്കോട്ടെ ഹൈഡ്ര ആയിക്കോട്ടെ, ഈ 2 ഓർഗാനിസത്തിന്റെ ബോഡി എങ്ങനെയാണ് മക്കളെ കാണാനായിട്ട്? ഒന്ന് നോക്കിയാലോ. അവർ 2 പേരുടെയും പടം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അമീബയുടെ ബോഡി എങ്ങനെയാണ് മക്കളെ? എത്ര സെല്ലുകളാണ് ആ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ളത്? ഒരൊറ്റ സെല്ലാണ് അല്ലെ. അപ്പൊ ആ ഒരു ബോഡി സ്ട്രക്ചറിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, യൂണിസെല്ലുലാർ. എന്താ പറയാ മക്കളെ? യൂണിസെല്ലുലാർ എന്ന് പറയും. അങ്ങനെ തന്നെ മറ്റേയാൾ എങ്ങനെയാ? ഒന്നിൽ കൂടുതൽ സെല്ലുകളാണ് ഇയാൾക്കുള്ളത്. പക്ഷെ ഈ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ അതിനെ മൾട്ടി സെല്ലാർ തന്നെ പറയാം. പക്ഷെ ഇതിന് സാധാരണ നമ്മുടെ പോലത്തെ മൾട്ടി സെല്ലാർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഓക്കെ, അപ്പോ ഈ ഒരു മൾട്ടി സെല്ലാർ ഓർഗാനിസത്തിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, സിമ്പിൾ മൾട്ടി സെല്ലാർ ഓർഗാനിസം എന്ന് പറയും. എന്താ മക്കളെ പറയണ്ടേ? സിമ്പിൾ മൾട്ടി സെല്ലുലാർ
ഓർഗാനിസം. ഓക്കെ, അപ്പൊ ബോഡി സ്ട്രക്ചർ കിട്ടി. ഒന്നാമത് അമീബയുടെ ബോഡി സ്ട്രക്ചർ എങ്ങനെ യൂണിസെല്ലുലാർ ആണ്, മറ്റേയാളുടെ എന്താണ് സിമ്പിൾ മൾട്ടി സെല്ലുലാർ ആണ്. രണ്ടാമത് എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? മീൻസ് ടു ഹെൽപ്പ് ഇൻജഷൻ, അതായത് ഫുഡ് വിഴുങ്ങുന്നത് എങ്ങനെയാണ് ഇവര്, ഏത് വഴിയാണ് ഇവർ ഫുഡ് വിഴുങ്ങുന്നത്? നമുക്കറിയാലേ, അമീബ ഫുഡ് വിഴുങ്ങാനായിട്ട് അവരുടെ ബോഡിയിലുള്ള ആ ഒരു സ്ട്രക്ചർ നീട്ടി വലിക്കുകയാണ് ചെയ്യുക. അങ്ങനെ നീട്ടി വലിച്ചുണ്ടാക്കുന്ന സ്ട്രക്ചറിനെ നമ്മൾ പ്രത്യേകം ഒരു പേര് പറയൂലേ? എന്താ പറയാ മക്കളെ? അവരെ നമ്മൾ പറയുന്ന പേരാണ്, ശ്രദ്ധിച്ച് കേട്ടോ, ടീച്ചറുടെ പിന്നെയും മലയാളപ്പെടുത്തുന്നുണ്ട്. അതിനെ പറഞ്ഞ പേരാണ്ടായത് സ്യൂഡോപോഡിയ. എന്താ മക്കളെ പറയേണ്ടത്? സ്യൂഡോപോഡിയ എന്ന് പറയും. ഓക്കെ, അങ്ങനെ തന്നെ മറ്റേ ആൾക്ക് എങ്ങനെയാ മക്കളെ? അവരുടെ ഈ ഒരു സ്ട്രക്ചർ നീട്ടി വലിച്ചങ്ങായിട്ട് ആ ഓർഗാനിസത്തിന് അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യാ? അതിനെ പാരലൈസ് ചെയ്യും അല്ലെ, ബോധം കെടുത്തും. ഓക്കെ, അങ്ങനെ ബോധം കെടുത്താൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചറിനെ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? എന്താ പറയാ? അതിനോട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിനെ പറഞ്ഞ പേരാണ് എന്ത്? ടെന്റക്കിൾസ് എന്ന് പറയും. കണ്ടോ, ഇവിടെ ഉണ്ട്. എന്താ പറയണ്ട മക്കളെ? ടെന്റക്കിൾസ് എന്ന് പറയൂ കേട്ടോ. ഓക്കെ, അപ്പൊ അമീബയിലുള്ള ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? സ്യൂഡോപോഡിയ. ഹൈഡ്രയിലുള്ള സ്ട്രക്ചറിനെ പറഞ്ഞ പേരാണ് എന്ത്? ടെന്റക്കിൾസ്. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തെന്താ ചോദിച്ചേക്കണേ? പാർട്ട് വേർ ഡൈജഷൻ ടേക്ക് പ്ലേസ്. എവിടെയാണ് ഇവര് ഡൈജഷൻ നടക്കുന്നേ? അമീബയുടെ എവിടെയാണ് മക്കളെ ഡൈജഷൻ നടക്കുക? ഇത്രേ ഉള്ളൂ ഉദ്ദേശിച്ചേക്കുന്നത്. സെല്ലിന്റെ ഉള്ളിലാണോ സെല്ലിന്റെ പുറത്താണോ? ഇതാണ് ആ ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ, അമീബയുടെ ഡൈജഷൻ സെല്ലിന്റെ എവിടെയാണ് നടക്കുന്നത്? ഉള്ളിലാണ് നടക്കുന്നത് അല്ലേ? കണ്ടോ, സെല്ലിന്റെ ഉള്ളിലാണ് അവരുടെ ഡൈജഷൻ നടക്കുന്നത് അല്ലേ? അപ്പോ സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന ഡൈജഷൻ നമ്മൾ പറഞ്ഞൊരു പേരുണ്ട്. എന്താ മക്കളെ പറയാ? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. എന്താ മക്കളെ പറയേണ്ടത്? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അപ്പൊ അമീബക്കുള്ള ഡൈജഷൻ ഏതാണ് മക്കളെ? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രക്ക് എവിടെയാണെന്ന് നോക്കിയേ. ഹൈഡ്രക്ക് എവിടെയാ നടക്കുന്നത് മക്കളെ? ഹൈഡ്രക്ക് എവിടെയാ നടക്കുന്നത് നോക്കിയേ. ഹൈഡ്രയുടെ ഡൈജഷൻ നടക്കുന്നത് ഫസ്റ്റ് അതിന്റെ ഡൈജഷൻ എവിടെ നടക്കുക? എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. നോക്കിയേ, സെല്ലിന്റെ പുറത്താണ് ഫസ്റ്റ് ഡൈജഷൻ നടക്കുക. പക്ഷെ സെല്ലിന്റെ പുറത്ത് നടക്കാൻ അവിടെ നിൽക്കുവോ? ഇല്ല. പകുതി ഡൈജഷൻ സെല്ലിന്റെ പുറത്ത്, അതിനെ പറഞ്ഞ പേരാണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. ബാക്കി പകുതി ഡൈജഷൻ എവിടെ നടക്കുക? സെല്ലിന്റെ ഉള്ളില്. അതിനെ പറഞ്ഞ പേരെന്താ? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അപ്പൊ പകുതി ഡൈജഷൻ സെല്ലിന്റെ പുറത്തും പകുതി ഡൈജഷൻ സെല്ലിന്റെ ഉള്ളിലും നടക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബോത്ത് രണ്ടും ഉണ്ടല്ലോ. അപ്പൊ ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് എന്തൊക്കെ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. കിട്ടിയില്ലേ? ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് ഹൈഡ്രയിൽ നടക്കുന്നത്. കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ട് ഇൻജക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ്. ഇവരെ വേസ്റ്റിനെ ഇവരെങ്ങനെയാണ് പുറത്തോട്ട് കളയുന്നത്? നോക്കിയ മക്കളെ, ഇവരെ വേസ്റ്റിനെ ഇവരെങ്ങനെയാ പുറത്തോട്ട് കളയുന്നത്? ഇറ്റ് ഈസ് എക്സ്പെൽഡ് ത്രൂ ദ സെൽ സർഫസ് അല്ലെ? സെല്ലിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്ത് സെല്ലിന്റെ പുറത്തോട്ടേക്ക് സെല്ല് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇവര് കളയുന്നത് ത്രൂ സെൽ സർഫസ്. അതേസമയം മറ്റേയാളുടെ ആണെങ്കിലോ, ഹൈഡ്ര എങ്ങനെയാണ് മക്കളെ? ഇവര് മൗത്തിൽ കൂടെയാണ് അതിനെ വിഴുങ്ങുന്നത്. എന്തിൽ കൂടെ തന്നെയാണ് അവർ പുറത്തോട്ട് കളയാ? ഇതിൽ കൂടെ തന്നെ അവരിനെ പുറത്തോട്ട് കളയും. ഓക്കെ, അപ്പൊ മൗത്തിൽ കൂടെ വലിച്ചെടുത്തിട്ട് മൗത്തിലൂടെ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? പുറത്തോട്ട് കളയുന്നത്. കിട്ടിയോ മക്കളെ? അപ്പൊ നോക്കിയേ, ജസ്റ്റ് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട രണ്ട് ഓർഗാനിസത്തിന്റെ പാഠമല്ല, എന്താ പറയുക, ടേബിൾ തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്തു? ആ ഓർഗാനിസം ഏതൊക്കെയാന്ന് തിരിച്ചറിയില്ലേ? ഒന്നാമത്തേതാ അമീബ, രണ്ടാമത്തേതാ ഹൈഡ്ര. ഇനി അവരുടെ ബോഡിയിൽ ഡൈജഷൻ അല്ലെങ്കിൽ ന്യൂട്രീഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും നമ്മൾ എന്ത് ചെയ്തു? ടേബിൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അത്രയാണ് ആ ഒരു ക്വസ്റ്റിനിൽ വരുന്നത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്, എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? വായിച്ചു നോക്കിയേ. സ്ട്രക്ചർ ഓഫ് എ ടൂത്ത് ഈസ് ഗിവൺ ബിലോ. ഒരു പല്ലിന്റെ പടമാണ് കൊടുത്തേക്കുന്നത്. റീഡ്രോ ദിസ് പിക്ചർ. റീഡ്രോ എന്ന് വെച്ചാൽ എന്താ? ഈ പടം ഒന്നും കൂടി എടുത്ത് വരച്ചതിന് ശേഷം ആൻഡ് ലേബൽ ദ പാർട്സ്. ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. ഭാഗങ്ങളൊന്നും നമുക്ക് ഇവിടെ തന്നിട്ടില്ല, പക്ഷെ ആ ഭാഗങ്ങൾ തിരിച്ചറിയാനുള്ള കുറച്ച് എന്ത് തന്നിട്ടുണ്ട്? ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടില്ല, ഹിന്റ് തന്നിട്ടുണ്ട്, ക്ലൂ തന്നിട്ടുണ്ട്. അപ്പൊ ആ ക്ലൂ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഭാഗങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ച് എന്ത് ചെയ്യാം? ഇവിടെ അടയാളപ്പെടുത്തുകയും ചെയ്യണം. ലേബിളിന്റെ പാർട്സ് പറഞ്ഞാൽ വരയ്ക്കുക മാത്രമല്ല, അതിനകത്ത് ആ ഫിഗറിൽ തന്നെ അടയാളപ്പെടുത്തിയാലേ മാർക്ക് കിട്ടൂ. അല്ലാതെ വെറുതെ ABCD എഴുതി വെച്ചിട്ട് ഭാഗങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? മാർക്ക് കിട്ടില്ല. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു പല്ലിന്റെ സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ തൽക്കാലം ആ ഒരു ഫിഗർ ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചേക്കാണ്. ഓക്കെ, ഇനിയിപ്പോ വരയ്ക്കാന്നുണ്ടെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യാ? വരയ്ക്കാം. ഓക്കെ, വരച്ചു. ഒന്നാമത്തെ ഭാഗം വരച്ചു.
രണ്ടാമത്തെ ഭാഗവും മൂന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നേ? ജസ്റ്റ് ആ ഒരു പല്ലിന്റെ ഷേപ്പ് കിട്ടാനും അതിന്റെ ഭാഗങ്ങളും അടങ്ങിയിട്ടൊരു ഡയഗ്രാം അത്രയും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഭംഗി വേണം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും പരമാവധി വൃത്തിയിൽ വരയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഓക്കെ, ഇതേപോലെ വരച്ചു വെക്കാം. പല്ലായില്ലേ? ഓക്കെ, ആ എന്റെ അടി കൂടെ ഇത് പോണ്ടല്ലേ. അപ്പൊ പല്ലേ. ആ ഇനി എന്താ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനല്ലേ പറഞ്ഞേക്കുന്നത്? ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ നമുക്ക് അവിടെ ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടില്ലേ? ആ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ. ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ എന്താണെന്ന് നോക്കിയാൽ മക്കളെ, ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി. ബോഡിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണ് മക്കളെ? ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി ഏതാണ്? നമുക്കറിയാം അല്ലെ, ഇനാമൽ ആണല്ലേ. ഏതാണ് മക്കളെ? അത് ഇനാമൽ. ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാ മോനെ? ഇനാമൽ. ഇതാണ് കേട്ടോ. ഓക്കെ, ഇനാമൽ. എ. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താ പറഞ്ഞേക്കുന്നത്? ദ കണക്റ്റീവ് ടിഷ്യൂസ് ദാറ്റ് ഹോൾഡ് ദ ടീത്ത് ഓൺ ദ സോക്കറ്റ്. അതായത് പല്ലിന്റെ ആ ഒരു സോക്കറ്റില് പല്ലിനെ പിടിച്ചിട്ടാൻ സഹായിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂസ്, കാൽഷ്യം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂസ് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏതാണ് മക്കളെ കണക്റ്റീവ് ടിഷ്യൂസ്? ഒന്ന് പറഞ്ഞേ. നമുക്കറിയാം അല്ലെ, പല്ലിനെ പിടിച്ചിട്ടാൻ സഹായിക്കുന്ന സിമന്റ് പോലത്തെ സാധനം എന്താണ് നമ്മൾ പറയാ? സിമന്റം എന്ന് പറയും. എന്താ മക്കളെ പറയേണ്ടത്? സിമന്റം. ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, സിമന്റം. സിമന്റം. ഓക്കെ, ഇവിടെയും ഉണ്ട് എന്ത്? സിമന്റം. ഓക്കെ, ഇനി മൂന്നാമത്തെ ആളാരാണെന്ന് നോക്കിയ മക്കളെ, സി. എന്താ? ലിവിങ് ടിഷ്യൂസ് ആർ പ്രസന്റ്. ലിവിങ് ആയിട്ടുള്ള ടിഷ്യൂസ് കാണപ്പെടുന്ന ഭാഗം. ലിവിങ് ടിഷ്യൂസ് കാണപ്പെടുന്ന ഭാഗം ഏതാണ് മക്കളെ? ഏതാണ് ലിവിങ് ടിഷ്യൂസ് കാണപ്പെടുന്ന ഭാഗം? നമുക്കറിയാം ഏതാണ്? ഡെന്റൈൻ ആണ് അല്ലെ. ഏതാണ് മക്കളെ? അത് ഡെന്റൈൻ. പല്ലുണ്ടാവാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ആളായിരുന്നു പറഞ്ഞത് ഡെന്റൈൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ആളാണ് മക്കളെ ആര്? ഡെന്റൈൻ. സി ഭാഗം, ഇത് ബി. ഓക്കെ, ലാസ്റ്റ് എന്ത് പറഞ്ഞേക്കുന്നത്? ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ ടീത്ത്. ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന ഭാഗം. ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? ഇത്. സിമ്പിൾ ആയില്ലേ? ആ ഇതിന് നമ്മൾ പറഞ്ഞ പേര് മക്കളെ എന്ത്? പൾപ്പ് ക്യാവിറ്റി എന്നാ പറയാ. എന്താ പറയണ്ട മക്കളെ? പൾപ്പ് ക്യാവിറ്റി. ഓക്കെ, പൾപ്പ് ക്യാവിറ്റി ഇതാണ് കേട്ടോ. പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന ഒരു ഫ്ലൂയിഡ് ഇല്ലേ, അല്ലെങ്കിൽ ഒരു ടിഷ്യൂസിന്റെ ഒരു കൂട്ടമില്ലേ, അത് നമ്മൾ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? എന്താ പറയണ്ടേ? പൾപ്പ് എന്ന് പറയും അല്ലെ. എന്താ മക്കളെ പറഞ്ഞത്? പൾപ്പ്. ഓക്കെ, ഇതാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഭാഗങ്ങളൊക്കെ ഒന്ന് കിട്ടിയില്ലേ? ഇത്രയുമാണ് പല്ലിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ഡി. ഓക്കെ, വളരെ എളുപ്പത്തില് 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ചോദ്യമാണ്. എന്തായാലും വിട്ട് കളയാൻ പാടില്ല. ഓക്കെ, കിട്ടിയില്ലേ മക്കളെ? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗമാണ് എന്ത്? ഇനാമൽ. രണ്ടാമത്തെ ഭാഗമാണ് എന്ത്? ഡെന്റൈൻ. ഉള്ളിൽ കാണുന്ന ഏറ്റവും ഇന്നർ മോസ്റ്റ് ഭാഗമാണ് എന്ത്? പൾപ്പ് ക്യാവിറ്റി. ഏറ്റവും ലാസ്റ്റ് പിടിച്ചിരുത്തുന്ന ഭാഗമാണ് മക്കളെ എന്ത്? സിമന്റ്. ഓക്കെ, ടീച്ചർ ഇവിടെയാണ് അടയാളപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. ഏത് കൊടുത്താലും എന്ത് തന്നെയാണ്? കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. 2 ഫിഗറുകളാണ് അവിടെ തന്നിരിക്കുന്നത്. എ ഫിഗറും അതേപോലെ തന്നെ ബി ഫിഗറും. ഓക്കെ, നെയിം ദ പ്രോസസ്. ഇവിടെ നടക്കുന്ന പ്രോസസ് എന്താണെന്ന് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്താണ് മക്കളെ ഈ എയിലും ബിയിലും നടക്കുന്ന പ്രോസസ്? ഓക്കെ, എയിലും ബിയിലും നടക്കുന്ന പ്രോസസ് നമ്മൾ എന്താ പറയാ? കണ്ടോ, ഈ പ്രോസസ് പഠിച്ചിട്ടുള്ളതാണല്ലേ. ഈ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? പെരിസ്റ്റാൾസിസ് എന്ന് പറയും. എന്താ മക്കളെ പറയേണ്ടത്? പെരിസ്റ്റാൾസിസ്. നമുക്ക് അറിഞ്ഞൂടെ, നമ്മുടെ ബോഡിയിൽ ഉള്ളിലുണ്ടാകുന്ന മൂവ്മെന്റ്സിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? പെരിസ്റ്റാൾസിസ് എന്ന് പറയുമോ അല്ലെ. പെരിസ്റ്റാൾസിസ് നടന്നാൽ മാത്രമാണ് ഫുഡിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൂവ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? നെയിം ദ പ്രോസസ്. ഇറ്റ് ഈസ് പെരിസ്റ്റാൾസിസ്. ഓക്കെ, പെരിസ്റ്റാൾസിസ്. ഓക്കെ, രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നത്? ഹൗ ഇറ്റ് ഹെൽപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. അതായത് എയിലും ബിയിലും എങ്ങനെയാണ് ഡൈജഷൻ നടക്കാനായിട്ട് ഈ പ്രോസസ് സഹായിക്കുക? എങ്ങനെയാണ് മക്കളെ? നോക്കിയേ, സ്മോൾ ഇൻഡസ്റ്റൈനിൽ എങ്ങനെയാണ് പെരിസ്റ്റാൾസിസ് ഫുഡിന്റെ ഡൈജഷൻ സഹായിക്കുക? എങ്ങനെയാണ്? അതേ ടീച്ചറോട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇത്രേ ഉള്ളൂ.
സ്മോൾ ഇൻഡസ്റ്റൈനിൽ എങ്ങനെയാണ്? ഇത്രേ ഉള്ളൂ കേട്ടാ. നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനില് പെരിസ്റ്റാൾസിസ് വഴി ഫുഡ് നീങ്ങുമ്പോൾ അതെന്ത് ചെയ്യും? നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസുകൾ, നമ്മളുടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ 2 ഡൈജസ്റ്റീവ് ജ്യൂസുകൾ ഉണ്ടാവും. ഓക്കെ, എവിടെ നിന്ന് വരുന്നത്? ലിവറിൽ നിന്നും പാങ്ക്രിയാസിൽ നിന്ന് വരുന്നത്. ലിവറിൽ നിന്ന് വരുന്ന ജ്യൂസിനെ പറഞ്ഞ പേരാണ് എന്ത്? ബൈൽ എന്ന് പറയും. പാങ്ക്രിയാസിൽ നിന്ന് വരുന്ന ജ്യൂസിനെ പറഞ്ഞ പേരാണ് എന്ത്? പാങ്ക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയും. അതുകൂടാതെ നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഉണ്ടാവുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അതിനെ പറഞ്ഞ പേരാണ് എന്ത്? ഇൻഡസ്റ്റൈനൽ ജ്യൂസ് എന്ന് പറയും. എന്താ പറയണ്ടേ? ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. അപ്പൊ 3 ജ്യൂസുകളെയും കൂട്ടി ഡൈജസ്റ്റീവ് ജ്യൂസ് ടീച്ചർ പറഞ്ഞു. ഈ ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് ഫുഡിനെ മിക്സ് ചെയ്യാൻ സഹായിക്കുന്ന ആളാരാ? ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് ഫുഡിനെ മിക്സ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോസസ്സാണ് മക്കളെ എന്ത്? പെരിസ്റ്റാൾസിസ്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ? അവിടെ ഡൈജഷൻ നടക്കുള്ളൂ. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു ഫെസിലിറ്റേറ്റ് ദ മൂവ്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് ദ മിക്സ് ഓഫ് ഫുഡ് വിത്ത് ഡൈജസ്റ്റീവ് ജ്യൂസ്. ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, എങ്ങനെയാണ് പെരിസ്റ്റാൾസിസ് സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഡൈജഷന് സഹായിക്കുന്നത്? ഫുഡിനെ മൂവ് ചെയ്യാനും നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് മിക്സ് ചെയ്യാനാണ് ആര് സഹായിക്കുക? പെരിസ്റ്റാൾസിസ് സ്മോൾ ഇൻഡസ്റ്റൈനിൽ സഹായിക്കാം. ഓക്കെ, ആ 3 ഡൈജസ്റ്റീവ് ജ്യൂസുകൾ ഏതൊക്കെയാണെന്ന് കിട്ടിയോ? ഒന്നാമത്തെ ആളുടെ പേരെന്താണ്? ബൈല്. രണ്ടാമത്തെ ആളുടെ പേരെന്താണ്? പാങ്ക്രിയാറ്റിക് ജ്യൂസ്. മൂന്നാമത്തെ ആളുടെ പേരെന്താണ്? ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. കിട്ടിയില്ലേ? കിട്ടിയോ മക്കളെ? ഓക്കെ, ഡൈജസ്റ്റീവ് സ്മോൾ ഇൻഡസ്റ്റൈനിൽ എങ്ങനെയാണ് ഡൈജഷന് പെരിസ്റ്റാൾസിസ് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ബി, സ്റ്റൊമക്ക്. സ്റ്റൊമക്ക് എങ്ങനെയാണ് മക്കൾ അതിനെ സഹായിക്കുക? സ്റ്റൊമക്ക് എങ്ങനെ സഹായിക്കുന്നതെന്നും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ദ സ്ട്രോങ് പെരിസ്റ്റാൾസിസ് ഇൻ ദ സ്റ്റൊമക്ക് കൺവേർട്ട് ദ ഫുഡ് ഇൻടു പേസ്റ്റ് ഫോം. പേസ്റ്റ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറഞ്ഞത്? നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞത്. നമ്മുടെ ഫുഡിനെ പേസ്റ്റ് രൂപത്തിലാക്കാൻ സഹായിക്കുന്ന ആ ഒരു മൂവ്മെന്റ് പെരിസ്റ്റാൾസിസ് എങ്ങനെ സഹായിക്കുക? ഫുഡിനെ കൺവേർട്ട് ചെയ്തിട്ട് പേസ്റ്റ് ആക്കി മാറ്റും. അങ്ങനെയാണ് സ്റ്റൊമക്കിലെ പെരിസ്റ്റാൾസിസ് ഡൈജഷന് സഹായിക്കുക. കിട്ടിയോ? അപ്പൊ 2 ഭാഗത്തെയും ഡൈജഷന് പെരിസ്റ്റാൾസിസ് എങ്ങനെ സഹായിക്കുന്നത് മനസ്സിലായില്ലേ? സ്മോൾ ഇൻഡസ്റ്റൈനിൽ എന്താ ചെയ്യുക? മിക്സ് വിത്ത് ഡൈജസ്റ്റീവ് ജ്യൂസ്. ഇതിനകത്ത് എന്താ ചെയ്യുക? കൺവേർട്ട് ഇൻ ടു പേസ്റ്റ്. ഓക്കെ, അതുകൂടാതെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ കണ്ടോ മക്കളെ? ഇവിടെ ഒരു മസിൽ ഉണ്ട് നമുക്ക്. ഓക്കെ, ഈ ഭാഗത്ത് ഒരു മസിൽ വരുന്നുണ്ട്. എക്സ് എന്ന് പറഞ്ഞ ടീച്ചർ കൊടുത്തു. ഓക്കെ, ഐഡന്റിഫൈ എക്സ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൈറ്റ് ഇറ്റ്സ് ഫങ്ഷൻ ഓൾസോ. അതിന്റെ ഫങ്ഷൻ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഐഡന്റിഫൈ എക്സ്. ഏതാണ് മക്കളെ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? നമുക്കറിയാലോ എന്താണ് അവിടെ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ബിയുടെ ഉത്തരം നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, സിയുടെ ഉത്തരം, ബിയുടെ ഉത്തരം അപ്പുറത്തുണ്ട് കേട്ടോ. അതാണ് അതിന്റെ ഉത്തരം. അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഇനി സിയുടെ ഉത്തരം എന്താണ് മക്കളെ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? നമുക്കറിയാലേ, ഇറ്റ് ഈസ് സർക്കുലാർ മസിൽ. എന്താണ് മക്കളത്? സർക്കുലാർ മസിൽ ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഈ സർക്കുലാർ മസിൽ നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ? സർക്കുലാർ മസിൽ നമ്മുടെ സ്റ്റൊമക്കില്. ഈ സർക്കുലാർ മസിൽ എന്താ ചെയ്യാന്നറിയോ? ഫുഡിനെ അവിടെ തന്നെ പിടിച്ചു വെക്കാനായിട്ട് സഹായിക്കും. എന്തിനാ സഹായിക്കാം മക്കളെ? ദ സർക്കുലാർ മസിൽ ഓഫ് ദ സ്റ്റൊമക് റീറ്റെയിൻ ദ ഫുഡ് ഇൻ ദ സ്റ്റൊമക് ഫോർ എ ആംബിൾ ഓഫ് ടൈം. കുറച്ചു നേരത്തേക്ക് ഫുഡിനെ അവിടെ പിടിച്ചു വെക്കാൻ സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറഞ്ഞത്? സർക്കുലാർ മസിൽ എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ഫംഗ്ഷനും ഇവിടെ തന്നെ ഉണ്ട്. റീറ്റെയിൻ ദ ഫുഡ് ഫോർ എൻ ആംബിൾ ഓഫ് ടൈം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ പറഞ്ഞത്? അതിന്റെ ആൻസർ കിട്ടിയില്ലേ ഇപ്പോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ. എന്താ പറഞ്ഞേക്കുന്നേ? കമ്പോണൻസ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്. നമ്മുടെ വയറിൽ, അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്ന ജ്യൂസിന് നമ്മൾ പറഞ്ഞ പേരാണ് മക്കൾ എന്ത്? ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയും. ഓക്കെ, നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്ന ജ്യൂസിന്റെ പേരെന്താണ് മക്കളെ? ഗ്യാസ്ട്രിക് ജ്യൂസ്. അതിനകത്ത് 4 ആൾക്കാരുണ്ട്. ഓക്കെ, ആ ആൾക്കാരുടെ പേരാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 3 പേരെ കൊടുത്തില്ല, ഒരാൾ മാത്രം കൊടുത്തിട്ടുണ്ട്, HCl. ഇപ്പോഴത്തെ എന്താ പറഞ്ഞേക്കുന്നത്? അവരുടെ ഫംഗ്ഷൻസ്. അതിനകത്ത് 2 പേരുടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ബാക്കി 2 പേര് ബ്ലാങ്ക് ആണ്. അത് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്താലോ? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എങ്ങനെയാണ് മക്കളെ ഡൈജഷൻ സഹായിക്കുക? എങ്ങനെയാണ്? നമുക്കറിയാലേ, ഇറ്റ് ഡിസ്ട്രോയ് ജേംസ്. നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ് ആര് സഹായിക്കുക? HCl സഹായിക്കുക. അതിന് മാത്രമാണോ സഹായിക്കുക? അല്ല അല്ലേ? ഡിസ്ട്രോയ് ജേംസ് കൂടാതെ ഒരെണ്ണം കൂടി എന്താണ് മക്കളെ? അത് റെഗുലേറ്റ്. എന്ത് റെഗുലേറ്റ് ചെയ്യണം മക്കളെ? pH.
റെഗുലേറ്റ് പി എച്ച്. രണ്ട് ഫംഗ്ഷൻ കിട്ടിയില്ലേ HCl-ന്റെ? HCl-ന്റെ ഫുൾ ഫോം എന്താണെന്നൂടെ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. രണ്ടാമത്തത് നമുക്ക് ആളാരാൻ തന്നിട്ടില്ല, പക്ഷെ ആളുടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? ഡൈജസ്റ്റ് പ്രോട്ടീൻ പാർഷ്യലി. പ്രോട്ടീനെ പാർഷ്യലി എന്ത് ചെയ്ത് കളയുന്നു? ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നു. ആരാണ് മക്കളെ അങ്ങനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നേ? നമുക്കറിയാം അല്ലെ, അയാളുടെ പേരാണ് എന്താ പറയാ? പെപ്സിൻ എന്ന് പറയും. പെപ്സിൻ എന്ന് പറഞ്ഞ എൻസൈം ആണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുക. ഓക്കെ, കിട്ടിയില്ലേ? മൂന്നാമത്തെ എന്താ തന്നേക്കുന്നേ? പ്രൊട്ടക്ട് ദ സ്റ്റൊമക് വാൾ. സ്റ്റൊമക് വാളിനെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, അതാരാ മക്കളെ? സ്റ്റൊമക് വാളിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ആരാണത്? മ്യൂക്കസ്. ലാസ്റ്റ് വന്ന ഒന്നും തന്നിട്ടില്ല. അത് നമുക്ക് മനസ്സിലാവണം. മൂന്നാൾക്കാരെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നാലാമത്തെ ആളാരാണ് നമ്മൾ തനിയെ കണ്ടുപിടിക്കണം. ആരാണ് നാലാമത്തെ ആളെന്ന് പറഞ്ഞത്? ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആളല്ലേ? ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആളാരാ? ആരാ? അയാളാണ് ലിപ്പേസ്. ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം. ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം എന്താ ചെയ്യാ മക്കളെ? ടീച്ചർ പറഞ്ഞല്ലേ, എന്താണ്? ഡൈജസ്റ്റ് ആരെയാണ് ഡൈജസ്റ്റ് ചെയ്യാ? ലിപ്പിഡ്. ഓക്കെ, ഡൈജസ്റ്റ് ലിപ്പിഡ്. കിട്ടിയില്ലേ? അപ്പൊ നാലാൾക്കാരെയും കിട്ടിയില്ലേ? ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ ടീച്ചർ. ഇതാണ് ക്വസ്റ്റ്യൻ, എന്റെ ആൻസർ ആണ് കൊടുത്തേക്കുന്നത്. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? ലിവർ ആൻഡ് പാങ്ക്രിയാസ് ഓൾസോ പ്ലേ എ മേജർ റോൾ ഇൻ ഡൈജഷൻ. ലിവറും പാങ്ക്രിയാസും ഡൈജഷനിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ. അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ആൻസർ ആണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് പറഞ്ഞേക്കുന്നത്? ലിവർ, പാങ്ക്രിയാസ്. പരമാവധി ഇതേപോലെ ബോക്സ് ആക്കി എഴുതി കഴിഞ്ഞാൽ നോക്കുന്ന ടീച്ചർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ചെറിയ ചെറിയ തെറ്റ് വന്നാലും മാർക്ക് ഇട്ട് തരും. ഓക്കെ, അപ്പൊ നോക്കിയേ, ലിവർ എന്താ ചെയ്യാ മക്കളെ? നമുക്കറിയാം അല്ലെ, നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ട് ബൈൽ എന്ന് പറയുന്ന ജ്യൂസിനെ കൊടുക്കുന്ന ആളാണ് ആര്? ലിവർ അല്ലെ? നോക്കിയേ, ബൈൽ എന്ന് പറഞ്ഞ ജ്യൂസിനെ നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ട് കൊടുക്കുന്ന ആളാണ് ആര്? ലിവർ. ഒറ്റയടിക്ക് കൊടുക്കോ? ഇല്ല. നമ്മുടെ ബൈലിനെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ചു നേരം ഏതോ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഏതോ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഏത് സ്ഥലത്താ മക്കളെ? നമ്മുടെ ഗോൾ ബ്ലാഡറിൽ. നമ്മുടെ ലിവറിന്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പച്ച കളറിൽ ചെറിയൊരു ഓർഗനെ കാണാം. അതിനെ പറഞ്ഞ പേരാണ് മക്കൾ എന്ത്? ഗോൾ ബ്ലാഡർ എന്ന് പറയും. ഈ ഗോൾ ബ്ലാഡറിൽ നമ്മുടെ ബൈൽ എന്ന് പറഞ്ഞ ജ്യൂസിനെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. ഫുഡ് എത്തുന്ന സമയത്ത് ഈ ബൈലിന് എന്ത് ചെയ്യും? നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ട് എന്ത് ചെയ്യും? കടത്തിവിടും. പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഈ ബൈലിന്റെ പ്രത്യേകതയാണ് പറഞ്ഞേക്കുന്നത്. നോ എൻസൈം. അതിനകത്ത് എന്തിലിട മക്കളെ? എൻസൈംസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇയാൾ എന്താ ചെയ്യാ? രണ്ട് ഫംഗ്ഷൻ ഇയാൾക്ക് ചെയ്യുന്നേ. ഓക്കെ, എൻസൈം ഒന്നും ഇല്ലെങ്കിലും ഈ പറഞ്ഞ ജ്യൂസ് രണ്ട് ഫംഗ്ഷൻ ചെയ്യും. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? കൺവേർട്ട് ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ്. നമ്മുടെ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഫാറ്റ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി കൺവേർട്ട് ചെയ്യും. ആൻഡ് ഓൾസോ റെഗുലേറ്റ് pH. നേരത്തെ pH റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളെ കുറിച്ച് ടീച്ചർ പറഞ്ഞില്ലേ? HCl. ഇവിടെ ഒരാൾ കൂടി ചെയ്യുന്നുണ്ട്. ആരാണത്? ലിവറിലെ ബൈൽ എന്ന് പറഞ്ഞ ജ്യൂസ്. എത്ര വലിയ ഭാഗ്യവാന്മാരാണല്ലേ നമ്മള്. നമ്മുടെ ഭക്ഷണത്തില് എന്തെങ്കിലുമൊക്കെ വിഷാംശോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്നാമത്തെ എന്തായിരുന്നു? കൺവേർട്ട് ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ്. രണ്ടാമത്തെ എന്തായിരുന്നു? റെഗുലേറ്റ് pH. കിട്ടിയില്ലേ? അപ്പൊ ലിവറിന്റെ ആ ഒരു റോൾ എന്താന്ന് കിട്ടിയില്ലേ? ഇനി ഞാൻ പറഞ്ഞു ഗോൾ ബ്ലാഡറിൽ നമ്മുടെ ബൈലിനെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഫുഡ് സ്മോൾ ഇൻഡസ്റ്റൈന്റെ ഏറ്റവും ഫസ്റ്റ് ഭാഗത്ത് എത്തൂലേ? ആ സ്മോൾ ഇൻഡസ്റ്റൈന്റെ ഫസ്റ്റ് ഭാഗത്തിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് എന്ത്? ഡിയോഡിനം എന്ന് പറയും. എന്താ പറയാ മക്കളെ? ഡിയോഡിനം. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യാനറിയോ? ഫുഡ് ഡിയോഡിനത്തിൽ എത്തിക്കഴിഞ്ഞാല് അതേ സമയം ആരെത്തും? ഈ പറഞ്ഞ ബൈലും നമ്മുടെ ഡിയോഡിനത്തിലോട്ട് എത്തും. ഡിയോഡിനം എന്ന് വെച്ചാൽ മനസ്സിലായോ? ലിവറിന്റെ തുടങ്ങുന്ന, ലിവർ അല്ല, സ്മോൾ ഇൻഡസ്റ്റൈന്റെ തുടങ്ങുന്ന ഭാഗത്തിന് പറഞ്ഞ പേരാണ് എന്ത്? ഡിയോഡിനം എന്ന് പറയൂ കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ആൾക്കാര് പാങ്ക്രിയാസ്. പെട്ടെന്നായിക്കോട്ടെ. പാങ്ക്രിയാസ് എന്താ ചെയ്യാ? ഏത് ജ്യൂസ് ഉണ്ടാക്കുക? പാങ്ക്രിയാറ്റിക് ജ്യൂസ്. ഇയാൾ ഉണ്ടാക്കുന്ന ജ്യൂസിന്റെ പേരെന്താ മക്കളെ? പാങ്ക്രിയാറ്റിക് ജ്യൂസ്. ഇതും എങ്ങോട്ട് എത്തോടാ? നമ്മുടെ ഡിയോഡിനത്തിലോട്ട് എത്തും. എപ്പോഴാ എത്താ? വെൻ ഫുഡ് റീച്ച്. ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ എത്തും. അല്ലാണ്ടൊന്നും ഇയാൾ വരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഇവർ രണ്ടുപേരും രണ്ട് ജ്യൂസിന് ഉണ്ടാക്കും. ഈ രണ്ടുപേരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് എത്തും? ഡിയോഡിനത്തിലോട്ട് എത്തും. ഈ പറഞ്ഞ പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ 3 എൻസൈമുകൾ ഉണ്ട്. എത്ര എൻസൈം ഉണ്ടടാ? 3 എൻസൈമുകൾ ഉണ്ട്. ഒന്നാമത്തെ എൻസൈമിന്റെ പേരാണ് മക്കളെ എന്ത്? പാങ്ക്രിയാറ്റിക് അമിലേസ്. ഒന്നാമത്തെ ആളുടെ പേരെന്താ മക്കളെ? പാങ്ക്രിയാറ്റിക് അമിലേസ്. രണ്ടാമത്തെ ആളുടെ പേരാണ് മക്കളെ എന്ത്? ട്രിപ്സിൻ. മൂന്നാമത്തെ ആളുടെ പേരാണ് എന്ത്? ലിപ്പേസ്.
ഓക്കെ, പാങ്ക്രിയാറ്റിക് അമിലേസ് എന്താ ചെയ്യാ മക്കളെ? അമിലേസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചോ, സ്റ്റാർച്ച്. സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളാണ് പാങ്ക്രിയാറ്റിക് അമിലേസ്. വേറൊരു അമിലേസും കൂടി ഇല്ലേ, ആരാന്നറിയോ? സലൈവറി അമിലേസ്. നമ്മുടെ സലൈവയിലുള്ള അമിലേസ് ആണ് ആര്, അല്ല എൻസൈം ആണ് ആര്, സലൈവറി അമിലേസ്. ഇയാൾ എന്തെന്നാ ചെയ്യാ? സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ പാങ്ക്രിയാറ്റിക് അമിലേസ് എന്താ ചെയ്യാ മക്കളെ? പാർഷ്യലി ഡൈജസ്റ്റ് സ്റ്റാർച്ച്. സ്റ്റാർച്ചിനെ പകുതി എന്ത് ചെയ്ത് വെക്കുന്നു? ഡൈജസ്റ്റ് ചെയ്ത് വെക്കും. രണ്ടാമത്തെ ആളാണ് മക്കളെ ട്രിപ്സിൻ. ആരാണ്ടാ? ട്രിപ്സിൻ. ട്രിപ്സിൻ എന്താ ചെയ്യാ? പാർഷ്യലി ഡൈജസ്റ്റ് പ്രോട്ടീൻ. പ്രോട്ടീനെ പകുതി ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, ബാക്കി ഒരു പകുതി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കി പകുതി ഇവിടുന്ന് ചെയ്തു. കിട്ടിയില്ലേ? മൂന്നാമത്തെ ആളാരാ? ലിപ്പേസ്. കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ലിപ്പിഡ്. കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ലിപ്പിഡ്. ഈ ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്ത് എന്തോ ആക്കി മാറ്റുന്നുണ്ടല്ലോ. എന്തൊക്കെ ആക്കി മാറ്റും? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡ് ആക്കും, ഗ്ലിസറോളും ആക്കി മാറ്റും. കിട്ടിയോ പറഞ്ഞത്? അപ്പൊ നോക്കിയ മക്കളെ, നമ്മുടെ ലിവർ ഉണ്ടാക്കുന്ന ജ്യൂസിന്റെ പേരാണ്, ടീച്ചർ കൂടെ പറയാട്ടോ, ലിവർ ഉണ്ടാക്കുന്ന ജ്യൂസിന്റെ പേരാണ് ബൈല്. ബൈൽ എവിടെ സ്റ്റോർ ചെയ്യുക? ഗോൾ ബ്ലാഡറിൽ. ഇയാള് എന്താ ചെയ്യാ? ഫാറ്റിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി കൺവേർട്ട് ചെയ്യും, അതേപോലെ തന്നെ pH-നെ റെഗുലേറ്റ് ചെയ്യും. പാങ്ക്രിയാസ് ഉണ്ടാക്കുന്ന ജ്യൂസിന്റെ പേരാണ് പാങ്ക്രിയാറ്റിക് ജ്യൂസ്. ഇതിനകത്ത് 3 എൻസൈംസ് ഉണ്ട്: പാങ്ക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ്. പാങ്ക്രിയാറ്റിക് അമിലേസ് എന്താ ചെയ്യാ? സ്റ്റാർച്ചിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. ട്രിപ്സിൻ എന്താ ചെയ്യാ? പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യും. ഇനി ലിപ്പേസ് എന്താ ചെയ്യാ? ലിപ്പിഡിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി കൺവേർട്ട് ചെയ്യും. പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി മക്കളെ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കി മക്കളെ? അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്താ പറഞ്ഞേക്കുന്നേ? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആർ ഫൗണ്ട് ത്രൂ ഔട്ട് ദ ഇന്നർ വാൾ ഈസ് ഹൈലി ഹെൽപ്ഫുൾ ഫോർ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ? എന്താണ് ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കുന്നത്? നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈന്റെ ഇന്നർ വാളില് അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാം. വിരല് പോലെ നിൽക്കുന്ന കുറെ പ്രൊജക്ഷൻസ്. ഇവരെന്തിനു സഹായിക്കുന്ന പറഞ്ഞേ? ദേ ആർ ഹെൽപ്ഫുൾ ഫോർ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഡൈജഷനും അബ്സോർപ്ഷനും സഹായിക്കുന്നുണ്ട് ഇവര്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? നെയിം ദ സ്ട്രക്ചർ. ആ സ്ട്രക്ചറിന്റെ പേര് ഏതാ? എന്താണ് മക്കളെ ആ സ്ട്രക്ചറിന്റെ? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ കേൾക്കുമ്പോ തന്നെ നിങ്ങൾ ഉറപ്പിച്ചോ അതാരാ? വില്ലയാണ് അല്ലേ? അവരെ പറഞ്ഞ പേരാണ് മക്കൾ എന്ത്? വില്ലൈ. ഓക്കെ, ഹൗ ദേ ഹെൽപ്പ് ഇൻ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. എങ്ങനെയാണ് അവർ ഡൈജഷനും അബ്സോർപ്ഷനും സഹായിക്കുക? ഒറ്റ കാര്യം അവർ ചെയ്യുള്ളൂ. എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലെ സർഫസ് ഏരിയ കൂട്ടുന്നു. എന്താ കൂട്ടാ മക്കളെ? ദേ ഇൻക്രീസ്. എന്താ കൂട്ടാ മക്കളെ? കൂടെ പറഞ്ഞ എന്താ ഇൻക്രീസ് ചെയ്യുന്നേ? ദ സർഫസ് ഏരിയ. ദേ ഇൻക്രീസ് സർഫസ് ഏരിയ. ഓക്കെ, സർഫസ് ഏരിയ കൂട്ടിയിട്ട് അബ്സോർപ്ഷനും ഡൈജഷനും സഹായിക്കുന്നു. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നേ? എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം. അത് സ്യൂട്ടബിൾ ഡയഗ്രാമായിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നേ? എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞേക്കുന്നേ. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആർ ഫൗണ്ട് ത്രൂ ഔട്ട് ദ ഇന്നർ വാൾ. ദേ ആർ കോൾഡ് വില്ലൈ. പേര് കിട്ടിയില്ലേ? ഇനി ദേ ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. എന്താണ്? സർഫസ് ഏരിയ കൂട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ, അത്രയും പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ ഡയഗ്രാം ആണ്, ബി ക്വസ്റ്റിന്റെ ആൻസർ ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതാണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. നമ്മുടെ വില്ലൈ എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാരാണെങ്കിൽ വില്ലൈ, ഒരാളാണെങ്കിൽ അവരെ പറഞ്ഞ പേരാണ് എന്ത്? വില്ലസ് എന്ന് പറയും. എന്താ മക്കളെ പറയേണ്ടത്? വില്ലസ്. ഓക്കെ, വില്ലസിന്റെ ഡയഗ്രാം വരച്ചു ഞാൻ. അത് വരുന്ന ഒന്നാമത്തെ ആളാണ് സിംഗിൾ ലെയർഡ് എപ്പിത്തീലിയൽ സെൽ. കണ്ടോ? അതെ, ഇതാണ് സിംഗിൾ ലെയർഡ് ആയിട്ടുള്ള എപ്പിത്തീലിയൽ സെൽ. ഓക്കെ, അവരെന്താ ചെയ്യാ? ഫസ്റ്റ് ഫേസ്, അതായത് നമ്മുടെ വില്ലസിന്റെ ഏറ്റവും ആദ്യത്തെ സർഫസ് ആണ് എന്ന് പറഞ്ഞത്, സർഫസ് കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറഞ്ഞത്? എപ്പിത്തീലിയൽ സെൽ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ആളാണ് ആര് മക്കളെ? ബ്ലഡ് കാപ്പിലറീസ്. കണ്ടോ? ഈ കാണുന്ന ആൾക്കാരാണ് ആര്? ബ്ലഡ് കാപ്പിലറീസ്. കണ്ടോ? ഓക്കെ, ഇത് കാണുന്നത് കേട്ടാ. ഈ ചുവപ്പും അതേപോലെ തന്നെ നീല കളറിലും കാണുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ്. ദ ബ്രാഞ്ച് ഓഫ് ആർട്ടറി. ഓക്കെ, ആർട്ടറി enters the villus and form blood capillaries. ആർട്ടറിയിലെ നമ്മുടെ ബ്ലഡ് വെസലിന്റെ ഒന്നാമത്തെ ബ്ലഡ് വെസലിന്റെ പേരാണ് ഇത്, ആർട്ടറി. ഇവരെന്ത് ചെയ്യുന്നു? നമ്മുടെ വില്ലസിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് കാപ്പിലറി ആയിട്ട് മാറും. Okay, they unite to form
വെയിൻ ആൻഡ് ലീഫ് ഓഫ് വില്ലസ്. ഇവരെന്ത് ചെയ്യും? കൂടിച്ചേർന്നിട്ട് വെയിൻസ് ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് ഇവരെന്താ ചെയ്യാ? ഇവരെന്തൊക്കെയാ അബ്സോർബ് ചെയ്തെടുക്കുന്നേ? ഇവരാണ് അബ്സോർബ് ചെയ്തെടുക്കുക. ഇവരാരൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുക? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലാക്ടോസ് ആൻഡ് അമിനോ ആസിഡ്. എന്തൊക്കെയാണ് മക്കളെ അബ്സോർബ് ചെയ്തെടുക്കുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലാക്ടോസ്, അമിനോ ആസിഡ്. ഈ 4 ആൾക്കാരെ ഇവരെന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്തിട്ട് എടുക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഒന്നാമത്താണ് എന്ത്? സിംഗിൾ ലെയർഡ് എപ്പിത്തീലിയൽ സെല്ല്. രണ്ടാമത്താണ് എന്ത്? ബ്ലഡ് കാപ്പിലറീസ്. മൂന്നാമത് വരുന്ന ആളാണ് ആര്? ലാക്ടിയൽസ്. ആരാണ് മക്കളേത്? ലാക്ടിയൽസ്. നിങ്ങളുടെ ഈ കൂടെ പോകുന്ന പച്ച കളർ കണ്ടോ മക്കളെ? ഇപ്പൊ ടീച്ചർ അത് മഞ്ഞയാക്കി. ഈ മഞ്ഞ അല്ലെങ്കിൽ പച്ച കളറായിട്ടുള്ള ആളാണ് നമ്മൾ പറഞ്ഞ പേരെന്ത്? ലാക്ടിയൽ എന്ന് പറയും. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് അല്ലാതെ വേറൊരു ഫ്ലൂയിഡും കൂടി ഒഴുകുന്നുണ്ട്. ആ ഫ്ലൂയിഡിന് നമ്മൾ പറഞ്ഞ പേരാണ് ലിംഫ് എന്ന് പറയും. എന്താ മക്കളെ പറയണ്ടേ? ലിംഫ് എന്നാ പറയുന്നത്. ഓക്കെ, ഈ ലിംഫിനെ കൊണ്ട് നടക്കുന്ന വെസലുകളെ പറയുന്ന പേരാണ് എന്ത്? ലിംഫ് വെസൽ. ആ ലിംഫ് വെസലിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഈ കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇവരെന്താ ചെയ്യാന്നറിയോ? ഫാറ്റി ആസിഡിനും ഗ്ലിസറോളിനും എന്ത് ചെയ്യും? വലിച്ചെടുത്തിട്ട് ലിംഫിലോട്ട് കൊടുക്കും. ഓക്കെ, ഫാറ്റി ആസിഡിനെ ഗ്ലിസറോളിനെ വലിച്ചെടുത്തിട്ട് ലിംഫിലോട്ട് കൊടുക്കും. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ വില്ലസ് ആരൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്? ആരൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്? ഒന്ന് പറഞ്ഞേ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലാക്ടോസ്, അമിനോ ആസിഡ്. അത് ബ്ലഡ് വെസൽസ് വലിച്ചെടുക്കും. ഇനി ലാക്ടിയൽസ് ആരൊക്കെ വലിച്ചെടുക്കും? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. പഠിച്ചില്ലേ? ഇത്രയും ആൾക്കാരെ പഠിച്ചില്ലേ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഡൈജഷന്റെ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഓക്കെ, ഇതൊക്കെ ഫുള്ള് പഠിക്കണം. ഇത് ഫുള്ള് നമ്മുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി ടീച്ചർ ജസ്റ്റ് എന്ത് ചെയ്യാ? ആ ഡൈജഷന്റെ വീഡിയോ ഒന്ന് കാണിച്ചില്ല, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് കണ്ടു നോക്കിയേ. ഒരു മിനിറ്റ്. ഇതൊക്കെ ഫുഡ് കഴിക്കുന്നു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? മൗത്തിലിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നു. അത് പെരിസ്റ്റാൾസിസ് വഴി നീങ്ങുന്നു. ഈസോഫാഗസിലൂടെ എങ്ങോട്ടാ നീങ്ങുന്നേ? നമ്മുടെ സ്റ്റൊമക്കിലോട്ട് നീങ്ങി. കണ്ടോ? സ്റ്റൊമക്കിലോട്ട് നീങ്ങിയപ്പോ അവിടെ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് ആണ് വന്നേ. അത് തമ്മിൽ എന്ത് ചെയ്തു? പെരിസ്റ്റാൾസിസ് നടത്തി. ഒന്ന് നിർത്തിയേ. നോക്കിയ മക്കളെ, ഇവിടെ നിന്ന് നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലോട്ട് കടക്കാൻ നേരം അവിടെ ഒന്ന് തടഞ്ഞു നിന്നില്ലേ? അവിടെ തടഞ്ഞു നിർത്തിയ ആളാരാ? നമ്മുടെ ഫുഡിനെ ആ ഒരു കുറച്ചു നേരം തടഞ്ഞു നിർത്തിയ ആൾക്കാരാരാ? അയാളുടെ പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സർക്കുലാർ മസിൽ എന്ന് പറഞ്ഞില്ലേ? ആ സർക്കുലാർ മസിലാണ് നമ്മുടെ ഫുഡിനെ അവിടെ എന്ത് ചെയ്തത്? ഡൈജസ്റ്റ് ചെയ്ത് നിർത്തിയത്. ഓക്കെ, പിന്നെ അവിടെ ഏതോ ഒരു പച്ച കളർ വെള്ളം വന്നില്ലേ? അത് ആയിരിക്കാന്ന് മനസ്സിലായോ? നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് ആണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ എന്തേ? പാങ്ക്രിയാസിന്നും ലിവറിന്നും നമ്മുടെ ജ്യൂസുകൾ എത്തി. കണ്ടോ? ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെച്ച ജ്യൂസ് എത്തി. ഡിയോഡിനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. അവിടെ നടക്കുന്ന പെരിസ്റ്റാൾസിസ് കണ്ടോ? ഇതാണ് വില്ലൈ. അവരെന്ത് ചെയ്തു? സർഫസ് ഏരിയ കൂട്ടിയപ്പോ അവിടെ വെച്ച് ഡൈജഷൻ അബ്സോർപ്ഷൻ നടന്നു. ബാക്കി വന്ന ലാർജ് ഇൻറ്റെസ്റ്റൈനിലോട്ട് പോയി. നമുക്കറിയാം ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാട്ടറിനെ അബ്സോർബ് ചെയ്തെടുക്കും. ബാക്കി വരുന്ന വേസ്റ്റ് റെക്ടത്തിൽ സൂക്ഷിച്ചു വെച്ചു കുറച്ചു നേരത്തേക്ക്. അവിടെ നിന്ന് എന്ത് ചെയ്തു? ഏനസ് വഴി പുറത്തോട്ട് പോയി. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഡൈജഷൻ. ഓക്കെ, ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാണാം, ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.